29 വരെ ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ടെ. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 verses 24 to 29. Thank you. Anybody? ആമേൻ. കർത്താവ് നമുക്ക് ഈ വചനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു തരട്ടെ. ഈ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതനുസരിച്ചും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ലഭിച്ചതനുസരിച്ചും ദൈവമക്കളെ, ദൈവസഭയെ ഒരുക്കുന്ന ഒരു അവസരത്തിലേക്ക് നമുക്ക് നയിക്കണം. ടു പ്രിപ്പയർ ഗോഡ്സ് പീപ്പിൾ എന്നുള്ളതായിരിക്കും നമ്മുടെ ഈ വീക്കെൻഡിലുള്ളതായ ചിന്താവിഷയം. ദൈവജനം, ദൈവമക്കൾ, ദൈവസഭ അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യൻ, ഒരു കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എപ്രകാരം ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. ഫോക്കസ് ഓൺ വേഴ്സ് നമ്പർ 28 വൺ മോർ ടൈം. 28-ാം വാക്യത്തോട് നോക്കിയാട്ടെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ എന്താണ്? ഏത് മനുഷ്യനെയും എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ആ ഒരു വാക്യം ഒരു താക്കോൽ വാക്യമായിട്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവസഭയിൽ സഭയുടെ അംഗങ്ങളായിരിക്കുന്നവർ ഒരുക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതിന് അനേക വാക്യങ്ങൾ എടുക്കുവാൻ കഴിയും. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. താൻ ഒരുക്കമുള്ള ഒരു ജനത്തെ, ബാക്കി ആർക്ക് പറയാം, ദൈവത്തിനായി ഒരുക്കേണ്ടതിന് പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ പിതാക്കന്മാരോടും ഒക്കെ യോജിപ്പിക്കുന്ന സംഭവം. ദാറ്റ് ഹി മൈറ്റ് പ്രിപ്പയർ എ പീപ്പിൾ, ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനായി ഒരുക്കുവാൻ. നമ്മൾ എന്തിനാ ഒരുങ്ങേണ്ടത്, ആർക്കു വേണ്ടിയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരുക്കപ്പെടുക, ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് യോഹന്നാൻ സ്നാപകനെ എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ചില യോഹന്നാൻ സ്നാപകന്മാരെയും സ്നാപകന്മാരെയും ദൈവദാസിദാസന്മാരെയും കർത്താവ് ഒരുക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് ഒരുക്കപ്പെടണം. സ്തോത്രം. ഒരുക്കപ്പെടേണ്ട അനേക കാര്യങ്ങൾ സംസാരിക്കുവാൻ കഴിയും. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാനൊരു പ്രാരംഭമായി ചില കാര്യങ്ങൾ പറയാം. 4 രീതിയിലുള്ള അർപ്പണങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെസ്സേജ്, presenting ourselves. The first kind of presentation is called parental presentation. അതായത് മാതാപിതാക്കൾ അർപ്പിക്കുന്ന അനുഭവം. ആ വാക്യം വേണമെങ്കിൽ നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ പിതാവും, അതായത് ലോകപ്രകാരമുള്ള പിതാവായ യൗസേപ്പും മറിയയും കൂടെ കൊണ്ടുവരുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു എന്ന പൈതലിന് വേണ്ടി എന്ത് ചെയ്തു? ഓക്കെ, അതിൻ്റെ 2-3 വാക്യങ്ങൾക്കിടെ മുൻപോട്ട് വായിക്കണം. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. 2-ാം അധ്യായത്തിൻ്റെ ഇപ്പോൾ വായിച്ച വാക്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും ചില വാക്യങ്ങൾ മുൻപോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആയിരുന്നു, ഉണ്ടായിരുന്നു,
നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ വാക്യത്തിലേക്ക് മാത്രം വരാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, സമയക്കുറവാണല്ലോ. അവിടെ പറയുന്നത് കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്നും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും. അവിടെ ഇംഗ്ലീഷിൽ ടു പ്രസന്റ് ഹിം അൺടു ദ ലോർഡ്, കർത്താവിന് അർപ്പിക്കുവാൻ വേണ്ടി യോസേപ്പും മറിയയും കൂടെ യേശു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എൻജിനീയർ ആക്കാൻ അർപ്പിക്കുന്നതിന് മുൻപ്, ഡോക്ടറാക്കാൻ അർപ്പിക്കുന്നതിന് മുൻപ്, നെറ്റ്വർക്ക്സ് എൻജിനീയർ ആക്കാൻ അർപ്പിക്കുന്നതിന് മുൻപ് ആദ്യം എന്ത് ചെയ്യണം? കർത്താവിന് അർപ്പിക്കണം. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. കർത്താവിന് അർപ്പിക്കണം. കർത്താവെ, നീ തന്ന ദാനമാണ്, ഈ കുഞ്ഞിനെ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. ഗോഡ്, this is a gift you have given to me. I surrender my child unto you. കർത്താവിന് അർപ്പിക്കണം. 2-ാമത്തേതിൽ പോകാം. ഇനി റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ കാണാതെ അറിയാൻ പലർക്കും. വായിച്ചാട്ടെ. റോമർ 12-ന്റെ 1-2 വായിച്ചു. പ്രബോധിപ്പിക്കുന്നത് അത്രയും മതി. അവിടെ 2-ാമത്തെ സമർപ്പണം, 2-ാമത്തെ പ്രസന്റേഷൻ നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങളെ തന്നെ സമർപ്പിക്കണം, അല്ലേ? സോ ദ ഫസ്റ്റ് വൺ ഈസ് parental presentation, the second one is personal presentation. വ്യക്തിപരമായി എല്ലാവരും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ പി ജി മാത്യു സാറിനെ എനിക്കറിയാം, ജസ്വിൻ ബ്രദർ ഒന്ന് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. അദ്ദേഹത്തെ കർത്താവിൻ്റെ വേലയ്ക്കായി ഒരു പക്ഷെങ്കിൽ അർപ്പിച്ചതായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എന്നോട് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്കായി അർപ്പിച്ചതാണ്. ചിലരൊക്കെ മാതാപിതാക്കൾ അർപ്പിച്ചില്ലെങ്കിലും കർത്താവ് വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ സമർപ്പിതരായിരുന്നവർ തന്നെയും സമർപ്പിക്കപ്പെടാത്തവരുണ്ട്. പലരെയും ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പ്രതിഷ്ഠിച്ചുവെങ്കിൽ തന്നെയും അത് വിട്ടുമാറി ഓടിപ്പോയവരുമുണ്ട്. Tonight I want to tell you, there is a serious thing about personal presentation. എൻ്റെ അപ്പനും അമ്മയും വിശ്വാസി ആയതുകൊണ്ട് അല്ലെങ്കിൽ പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പാസ്റ്ററായി എന്ന് പറയാൻ ഇടയായിത്തീരരുത്. അവരുടെ സമർപ്പണം ഞാൻ കണ്ടു, അവരുടെ ജീവിതം ഞാൻ കണ്ടു, അയ്യോ എനിക്കും അതുപോലെ ആയിത്തീരണം. ഇല്ല. കുവൈറ്റിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ചെന്നപ്പോൾ ഒരു ദൈവാസനോട് പറഞ്ഞു, പക്ഷേ 2 തരത്തിലുള്ള ദൈവ വേലക്കാരുണ്ട്. ഒന്ന്, ദൈവം വിളിച്ചിറങ്ങിയവരുണ്ട്. 2, ദൈവത്തെ വിളിച്ചിറങ്ങിയവരുണ്ട്. എന്നെ കൂടെ വേലക്കാരാക്കണേ, എന്നെ കൂടെ പാസ്റ്ററാക്കണേ, എന്നെ ബിഷപ്പാക്കണേ, എന്നെ റെവറൻഡ് ആക്കണേ എന്ന് പറഞ്ഞിറങ്ങിയവരുമുണ്ട്. ദൈവം പേര് വിളിച്ചിറങ്ങിയവരും ആത്മാവിൽ സംസാരിച്ചിറങ്ങിയവരുമുണ്ട്. തമ്മിൽ വ്യത്യാസം അറിയാം കേട്ടോ. യഹോവയെ സേവിക്കുന്നതിനും സേവിക്കാത്തതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ പേഴ്സണൽ പ്രസൻറ്റേഷൻ മീൻസ് ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് യുവേഴ്സ്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. 3-ാമത്തേതിൽ പോകാം. അതാണിപ്പോൾ നമ്മൾ വായിച്ച കൊലോസ്യർ 1:28. പൗലോസ് എഴുതുമ്പോൾ പറയാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. അതിന് ഇംഗ്ലീഷ് വായിച്ചാൽ തന്നെ we may present everyone perfect unto Jesus Christ. അവൾ 3-ാമത്തേത് പാസ്റ്റോറൽ പ്രസൻറ്റേഷൻ. ഞാനിത് 4 ചോദിക്കുമേ, ഓർത്തിരിക്കണം. നമ്പർ 1 parental presentation, number 2 personal presentation, number 3 excellent, you found it, pastoral presentation. എന്ന് പറയുമ്പോൾ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരെ എല്ലാവരെയും പ്രിപ്പയർ ചെയ്യുക, ഒരുക്കുക. ദൈവസഭ എന്ന് പറയുന്നത് ഒരു 1-man ഷോ അല്ല. മനസ്സിലായോ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത്? ഇപ്പം ജസ്വിൻ പാസ്റ്റർ ഇവിടുത്തെ ലീഡർ ആണെങ്കിൽ തന്നെ തൻ്റെ കൂടെ ഒരു ലീഡർഷിപ്പ് ടീമുണ്ട്. ആ ടീമിൻ്റെ കൂടെ ഒരു നല്ല സമൂഹമുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഈ ക്യാമ്പ് സെറ്റപ്പ് ചെയ്യാനും ഈ കാര്യങ്ങൾ ഇത്രയും നിർവഹിക്കാനും കഴിയുമായിരുന്നോ? ഇല്ല. നമ്മളെല്ലാവരും ഷെയർ ചെയ്തു. പക്ഷെ ഒരു തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ കർത്തവ്യമുണ്ട്.
I want to present every sister, every brother, every young boy, every young girl to be the best for God. നമ്മുടെ സഭയിൽ വരുന്ന ഗ്ലോറിയസ് ലൈഫ് ചർച്ചിൽ വരുന്ന എല്ലാവരെയും ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കർത്താവിൻ്റെ ദാസനുള്ളതാണ്. നോക്കിക്കാട്ടെ ഒരു വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്കറിയാം. എഫേസ്യർ 4:11-12 വായിച്ചാട്ടെ. ആയും നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്യം അവിടെ നോക്കണം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും അതൊരു വലിയൊരു വാചകമാണ്. കോമായ കുത്തുമൊന്നുമില്ലാതെ ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് 5 വിധ ശുശ്രൂഷക വൃന്ദങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, പിന്നെ പ്രവാചകന്മാർ, ഇവരെല്ലാം കൂടെ ഉപദേശകം ഇവരെല്ലാം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സഭയെ ഒരുക്കുവാൻ വേണ്ടിയാണ്. ഗ്ലോറിയസ് ലൈഫ് ചർച്ചിലെ ഒരു വിശ്വാസിയെ ഒരുക്കമില്ലാതെ വെളിയിൽ കണ്ട എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരുക്കമില്ലാതെ കണ്ടിരുന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ജസ്വിൻ പാസ്റ്റർക്കും ഇവിടെയുള്ള ലീഡർഷിപ്പിനുമായിരിക്കും. ഞാൻ നമ്മുടെ ചർച്ചിലെ ചിലർ കണ്ടിട്ടുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ പറയും സീനിയർ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറയും. ഒരു കണക്കിന് നല്ലതാണ്, ഇച്ചിരി പ്രായവും പക്വതയൊക്കെ ഉണ്ട്. എന്നാൽ ഞാനവരെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ വചനം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളോട് കൽപ്പിച്ചാൽ ഭൂതങ്ങൾ അലറി ഓടിപ്പോകും, എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നുള്ള വചനം എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ബാധകമാണ്. പക്ഷെങ്കിൽ അതിനെ ഒരുക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം ദൈവദാസന്മാരായ ഞങ്ങൾക്കുള്ളതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു കുടുക്ക് ചോദ്യം ചോദിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അതേ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ പാസ്റ്ററോട് പോയി ചോദിക്കാം എന്നല്ലേ നമ്മളൊക്കെ സാറിന് പറയുന്നതല്ലേ. പറയും അത് വെയിറ്റ് അൺടിൽ ഐ കോൾ മൈ പാസ്റ്ററോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും. അങ്ങനെ പറയാൻ ഇട വരരുത്. നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് വചനത്തിലും ആത്മീക പരിജ്ഞാനത്തിലും പക്വതയിലും ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ എന്താണെന്നറിയാമോ, പിന്നെ നമ്മൾ അവിടെ ഇവിടെയും പോയി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. പാസ്റ്ററോട് എപ്പോഴും ചോദിക്കണം. നിശ്ചയമായിട്ടും പാസ്റ്ററുടെ അധികാരത്തിനും തൻ്റെ അഭിഷേകത്തിനും നമ്മൾ കീഴടങ്ങിയിരിക്കണം. പക്ഷെങ്കിൽ നമ്മൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിന് പ്രശ്നമില്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു അറിവില്ലായ്മയുടെ കാലത്ത് തന്നെ ഇരിക്കാൻ നമുക്കിടയാകരുത്. നമ്മൾ ആത്മീയ അതാണ് എഫേസ്യർ 4:11-12 വായിച്ചത്. ഒരു ആത്മീയ ഐക്യത, ആത്മീയ പക്വത, ഒരു പുരുഷത്വം, ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. 4-ാമത്തെ പ്രിപ്പറേഷൻ കൂടെ നോക്കാം. യൂദായുടെ ലേഖനം 24-ാം വാക്യവും 25-ാം വാക്യം വായിച്ചാണ്. യൂദായ്ക്ക് ഒരു അധ്യായമുള്ളല്ലോ അല്ലേ? ആരാണ്ട് വായിച്ച് യൂദ എങ്ങനെ കെട്ടിഞ്ഞാന്ന് ശേഷമാണോ ഈ ലെറ്റർ എഴുതിയത്? അത് ഇയാൾ എപ്പോഴെഴുതിയെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലല്ലേ? ഇത് ഏത് യൂദ? പല യൂദാമാരുണ്ട്. ഒരിക്കൽ പറയുണ്ടായി, നിങ്ങളുടെ കുഞ്ഞ് എനിക്കാണെങ്കിൽ യൂദ എന്നാരെങ്കിലും പേരിടുമോ? ഇടുമാരല്ലോ. പക്ഷേ ജൂഡെന്ന് ഇംഗ്ലീഷിൽ പേരുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷ നോക്കി ജൂഡ് പേരുണ്ട്. അപ്പോൾ പറയുമ്പോൾ നിങ്ങളൊരു ബിസിനസ് കാർഡ് അടിക്കുകയാണെങ്കിൽ ജൂഡാസ് ബ്രാക്കറ്റിലിടണം, ബട്ട് നോട്ട് ഇസ്കരിയോത്ത്. യൂദയാണ്, പക്ഷെങ്കിൽ ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദ. അതാരോ വായിക്കുമ്പോൾ ഇസ്കരിയോത്താവ് വല്ലാത്ത യൂദ എന്ന് വായിക്കാറുണ്ട്. അയാൾ വല്ലാത്ത യൂദ തന്നെയാണ്. വായിച്ചാട്ടെ, ജൂഡ് വേഴ്സസ് 24 and 25. ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ്. അതിനകത്ത് ആരാണ് നിർത്തുന്നത്, ആരെയാണ് നിർത്തുന്നതെന്ന് ഒന്ന് നോക്കിയാട്ടെ. നമ്മളിത് ഒരു പ്രസംഗയോഗമല്ല, ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി. ആരാണ് നിർത്തുന്നത്? പ്രസന്റിങ്, ഹൂ ഈസ് പ്രസന്റിങ് യു?
ആഹാ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ആരെയാണ്? നമ്മളെ തന്നെയാണ്. രക്ഷിതാവായ കർത്താവ് നമ്മളെ നിർത്തുന്ന, നമ്മളെ അർപ്പിക്കുന്ന സമയം വരുമ്പോൾ 4 അർപ്പണങ്ങൾ പറഞ്ഞു. The final one is called perfect presentation. അല്ലേ? ആ കാന്തയെ അങ്ങോട്ട് ഏൽപ്പിക്കുന്ന ആ അവസരം, പെർഫെക്റ്റ് പ്രസന്റേഷൻ, അതാണ് വായിക്കുന്നത്. Let's repeat all 4 of them. Number 1, parental presentation. Number 2, ശരിയാണോ പറയുന്ന ഓർഡർ? പേഴ്സണൽ, pastoral presentation, perfect presentation. ഇതിൽ നമ്മൾ എവിടെ വരെയായി? പേരൻ്റ് ആണോ? ചിലരിപ്പോൾ ആണെങ്കിൽ ബേബി ക്രിസ്ത്യൻ ആണ് കേട്ടോ. പേരൻ്റൽ പ്രസൻറ്റേഷനിൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പാൽക്കുപ്പിയും കൊണ്ട് നടക്കുന്ന ഒരു അനുഭവമായിരിക്കും. ബേബി ക്രിസ്ത്യൻസിനെ കണ്ടിട്ടുണ്ടോ? There are 3 different kinds of Christians. Milk Christians, bread Christians, meat Christians. കേട്ടിട്ടുണ്ടോ അത്? അതൊക്കെ എൻ്റെ വചനത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളതിനാ ക്യാമ്പിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പം ചോദിക്കും, പക്ഷേ എവിടെ ഈ മിൽക്ക് ക്രിസ്ത്യൻ? നിങ്ങളിപ്പോഴും പക്വത വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരാണ് ബേബി ക്രിസ്ത്യൻ. ജസ്റ്റിൻ ഭാഷ പറയും, പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ഭാഷ എന്നോട് നോക്കിയില്ല, എനിക്ക് കൈ തന്നില്ല, മുഖമൊക്കെ മാറ്റി ഇങ്ങനെ ഭാഷ പോകുന്ന അദ്ദേഹം വലിയ വിഷമത്തിലായിരിക്കും നിങ്ങളെ നോക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾ ഉടനെ അതെന്താ ഒരു ബേബി ക്രിസ്ത്യനായിട്ടങ്ങ് മാറി. ബ്രെഡ് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ഇച്ചിരൂടെ സോഫ്റ്റാണ്, മിൽക്കിനേക്കാൾ ഇച്ചിരൂടെ കട്ടിയുണ്ട്, ബ്രെഡാണ്. അത് പക്ഷേ ഇന്ന് പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ, അതെനിക്ക് അനുയോജ്യമായ വചനമായിരുന്നു. 3-ാമത്തെ മീറ്റ് പറഞ്ഞാലുണ്ടല്ലോ, ഇച്ചിരി കട്ടിയായിരുന്നു ഭാഷ എന്ന് പറഞ്ഞെന്ന് പറയും അല്ലേ. ചിലർ പറയും അത് എനിക്കിട്ട് വെച്ചതാണെന്നും പറയും ചിലപ്പോൾ. അപ്പോൾ ഈ 3 ലെവൽസ് ഓഫ് പ്രസൻറ്റേഷൻ അല്ല, നമുക്ക് ലെവൽസ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. ഇതിൽ നമ്മൾ ആ മീറ്റിൻ്റെ ആ ലെവൽ വരെ വരണം. മിൽക്കിൽ നിന്ന് മാറി പാൽ കൂടി മാറിയിട്ട് ബ്രെഡ് മാത്രം തിന്നുന്ന അനുഭവം മാറിയിട്ട് ആ മീറ്റ് ക്രിസ്ത്യൻസായി വരണം. അതൊരു സഭയ്ക്ക് സാധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. Let's go to the first scripture we have read. To present every man perfect in Jesus Christ. നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരും അവനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. 1-2 വാക്യശകലങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം, അത് വായിക്കേണ്ട ആവശ്യമില്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിച്ചില്ലെങ്കിൽ തന്നെയും ഒന്ന് ഓർപ്പിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, നാം അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചത് വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം ഒരു വിശ്വാസി പ്രിപ്പയർഡായി അവനെ അർപ്പിക്കത്തക്കോണം നല്ല ഒരുക്കമുള്ള നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരിക്കണം. വേറൊരു വാക്യം നോക്കിയാട്ടെ, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യങ്ങൾ നോക്കിയാട്ടെ. ഇഫ് യു ആർ റൈറ്റിംഗ് ഡൗൺ, 1 Peter chapter 1 verse number 15. 1 പത്രോസ് 1-ന്റെ 15-ാം വാക്യം ആരെങ്കിലും എടുത്തെങ്കിൽ വായിച്ചോ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആഗ്രഹം, നമ്മുടെ ഒരുക്കം, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ട് അവനെ പോലെ ആയിത്തീരണം. ഇനി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ കർത്താവിനെ പോലെ ഈ ലോകത്തിലായിത്തീരുവാൻ? ആൻസർ എന്തായിരിക്കും? എല്ലാവരും നോ പറയുന്നുണ്ട്. പക്ഷെ ആകണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു വാക്യമല്ലേ, ബി പെർഫെക്റ്റ് ബിക്കോസ് ഐ ആം പെർഫെക്റ്റ്. ഞാൻ പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കും. അവിടെ ആ ഇംഗ്ലീഷ് വാക്ക് മലയാളം വാക്കിൽ ചിന്തിച്ചാൽ പെർഫെക്റ്റ് എന്നുള്ളതിന് ചിലർ പറയുന്നത് 11 മണിക്ക് യോഗം എന്ന് പറഞ്ഞാൽ 11 മണിക്കൂടെ ഉണ്ടായിരിക്കണം. ഇന്ന് ക്യാമ്പിന് എത്ര പേര് താമസിച്ചു വന്നു? അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് അല്ല, അതാണോ അർത്ഥമാകുന്നത്? ദാറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ് മീൻസ്. അവിടെ ആ പെർഫെക്റ്റ് എന്നുള്ള വാക്കിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം കംപ്ലീറ്റ്നെസ് എന്നുള്ളതാണ്, ദ ഹോൾനെസ് എന്നുള്ളതാണ്. നിങ്ങൾ മുഴുവനായി തീരണം.
അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തോട് അനുരൂപമായി നമ്മൾ തീരണമെങ്കിൽ, നമുക്കൊരു പെർഫെക്റ്റ്നെസ് ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ഒരുക്കമുണ്ടാകണം.